റോമലേഖനം 2-ാം അധ്യായം 26-ാമത്തെ വാക്യം. അഗ്രചർമ്മി ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന എന്ന് എണ്ണുകയില്ലയോ? പരിച്ഛേദന എന്നത് ഒരു ബാഹ്യ അടയാളം മാത്രമാണെന്നും ദൈവത്തോടുള്ള യഥാർത്ഥ ഭക്തിയും അനുസരണവുമാണ് ഒരാളെ ദൈവത്തിന് പ്രിയപ്പെട്ടവനാക്കുന്നത് എന്ന പഴയ നിയമ തത്വമാണ് പൗലോസ് ഇവിടെ ആവർത്തിക്കുന്നത്. റോമർ 2:26 ആശയങ്ങളെ ആസ്പദമാക്കി പഴയ നിയമ സത്യങ്ങൾ താഴെ പറയുന്നവയാണ്. 1. ഹൃദയത്തിൻ്റെ പരിച്ഛേദന. ശാരീരികമായ അടയാളത്തേക്കാൾ ഹൃദയത്തിൻ്റെ ശുദ്ധിക്കാണ് ദൈവം പ്രാധാന്യം നൽകുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം നീക്കിക്കളയുവിൻ എന്ന ആവർത്തന പുസ്തകം 10:16 ഇരമ്യാവ് 4:4 ദൈവം ആവശ്യപ്പെടുന്നു. അനുസരണമാണ് വലുത്. വെറും ആചാരങ്ങളെക്കാൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിനാണ് മുൻഗണന. അനുസരിക്കുന്നത് യാഗത്തെക്കാളും നല്ലത് എന്ന് 1 ശമൂവേൽ 15-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ വ്യക്തമാക്കുന്നു. നിയമം കയ്യിലുണ്ടായിട്ടും അത് ലംഘിക്കുന്ന യഹൂദനേക്കാൾ നിയമം പാലിക്കുന്ന അന്യജാതിക്കാരനാണ് ദൈവം മുമ്പാകെ നീതിമാൻ എന്ന പൗലോസിൻ്റെ വാദത്തിന് ഇത് അടിത്തറ നൽകുന്നു. 3. അന്യജാതിക്കാരുടെ അംഗീകാരം. ദൈവത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അന്യജാതിക്കാരെ ദൈവം സ്വീകരിക്കും എന്ന സൂചന യെശയ്യാപ്രവചനം 56-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ, പരിച്ഛേദന എന്നത് ഒരു ബാഹ്യ അടയാളം മാത്രമാണെന്നും ദൈവത്തോടുള്ള യഥാർത്ഥ ഭക്തിയും അനുസരണവുമാണ് ഒരാളെ ദൈവത്തിന് പ്രിയപ്പെട്ടവനാക്കുന്നത് എന്ന പഴയ നിയമ തത്വമാണ് പൗലോസ് ഇവിടെ ആവർത്തിക്കുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സമൃദ്ധമായി ഇന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.